എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി മെത്തേഡിൽ നമുക്കൊരു തമ്പനെയിൽ ചെയ്തെടുക്കാം എന്നുള്ള രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. തമ്പനെയിലിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഷേപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഷേപ്പാണ് വേണ്ടത്. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇതിലേക്കൊരു ഈ ഷേപ്പിലേക്ക് ഒരു കളറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പം ഇതിലേക്കൊരു പിക്കാണ് ആഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് പ്ലേസ് ചെയ്യാം. നമുക്കിനി അടുത്ത വേണ്ട നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണ്. ബാക്ക്ഗ്രൗണ്ട് ഞാൻ കളർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കാണ്. ഓക്കെ, ലോക്ക് ചെയ്തു. ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു പിക്കാണ്. പിക്കിൻ്റെ കളറും കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ പിക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റിക്കറിൽ പോയിട്ട് ഓക്കെ ടിക്ക് ചെയ്യല്ലേ, പകരം ജസ്റ്റ് ഒന്ന് സ്ക്രീനെ ടച്ച് ചെയ്താൽ മതി. എന്നാലേ നമുക്ക് ആ ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം കണ്ടില്ലേ, ആ സ്റ്റിക്കറും കൊടുത്തപ്പം എൻ്റെ ആ ഫോട്ടോ പ്രൊജക്റ്റ് ചെയ്താണ് കാണിക്കുന്നത്. നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. Pixellab ട്യൂട്ടോറിയൽസ്. ഓക്കെ, ആ ടെക്സ്റ്റ് ആഡ് ചെയ്ത് അതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് റെഡിയാക്കി ഫോണ്ടും ആഡ് ചെയ്ത് നമുക്കിതിനകത്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് മലയാളം. Pixellab ട്യൂട്ടോറിയൽസ് മലയാളം. ഞാൻ ഈ മലയാളത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുമ്പോൾ ഉറൂബാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഫോണ്ട് ആഡ് ചെയ്യാൻ നേരത്ത് മാക്സിമം ഒന്നെങ്കിൽ മലയാളത്തിനൊരു ഫോണ്ട്, ഇംഗ്ലീഷിനൊരു ഫോണ്ട്, ഇങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വാരി വലിച്ച് ഈ ഫോണ്ടുകൾ ആഡ് ചെയ്യാൻ നേരത്ത് ഈ നമ്മുടെ ഈ തമ്പനയിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ സ്പേസ് ഒന്ന് കുറച്ചുകൂടി സ്വല്പം വലുതാക്കാം. ഓക്കെ, വലുതാക്കി ലോക്ക് ചെയ്തു. താഴെ Pixellab ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത് അതൊന്ന് ഇച്ചിരി അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അലൈൻമെൻറ്റ് ചെയ്ത് താഴെ ഫിക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്ത ടെക്സ്റ്റ് ചെയ്യാം. തമ്പനെയിൽ എഡിറ്റിംഗ്. അപ്പോൾ നമ്മൾ അത് Pixellab ട്യൂട്ടോറിയൽസ് എന്ന് കൊടുത്തിരിക്കുന്ന അതേ ഫോണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് തമ്പനെയിൽ എഡിറ്റിങ്ങിലും അതാകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ആ തമ്പനെയിൽ എഡിറ്റിങ്ങിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കൊന്ന് ഇച്ചിരി ഒരു ബ്ലൂ ഷെയ്ഡിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫൈനലായിട്ട് നമ്മൾ എന്ത് തമ്പനെയിൽ ചെയ്താലും നമുക്കൊരു ബോർഡർ വേണം. എന്നാലേ നമുക്കതിൻ്റെ മൊത്തത്തിലൊരു വൃത്തി കാണത്തുള്ളൂ. നമ്മൾ ബോർഡർ ചെയ്യാൻ നേരത്ത് ഒപ്പാസിറ്റി മൊത്തത്തിൽ കുറച്ച് സ്ട്രോക്ക് ആഡ് ചെയ്ത് കളർ ആഡ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ കാണുമ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഇത് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ തമ്പനെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനലി ഉള്ള ഔട്ട്പുട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.